Hi, this is Soumya and welcome back to my channel. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ജോഗ് ഫാൾസിൻ്റെ മുമ്പിലാണ്. ജോഗ് ഫാൾസിൻ്റെ മെയിൻ എൻട്രി പോയിൻ്റ് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം ജോഗ് ഫാൾസ് റൺ ചെയ്യുന്നത്. ഇത് ജോഗ് ഫാൾസിൻ്റെ വൺ ഓഫ് ദി മേജർ വ്യൂ പോയിൻ്റാണ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് കാണുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ദൂരെയാണ് ജോഗ് ഫാൾസ്. കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ യാത്ര ട്രെയിനിലും ബസ്സിലും ഇങ്ങോട്ട് വരാവുന്നതാണ്. കർണാടക സ്റ്റേറ്റ് ആർടിസിയുടെ ടൂർ പാക്കേജുകളും അവൈലബിൾ ആണ്. വളരെ പ്രശസ്തമായുള്ള ജോഗ് ഫാൾസ് കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ആയിട്ടുള്ള ഫാളാണ് ജോഗ് ഫാൾസ്. മഴക്കാലത്ത് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ജോഗ് ഫാൾസിൽ നിങ്ങൾക്ക് 4 സ്ട്രീംസ് കാണാം. അപ്പോൾ ആദ്യം കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന സ്ട്രീം അതിനെ വിളിക്കുന്നത് രാജ എന്നാണ്. അപ്പോൾ 4 സ്ട്രീമിനും 4 പേരുണ്ട്. രാജ, റോവർ, റോക്കറ്റ്, റാണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റുള്ള രാജ സ്ട്രീമിന് എന്തുകൊണ്ടാണ് പേര് വെച്ചേക്കുന്നത്? ഏറ്റവും മുകളിൽ നിന്ന് ഈ 4 എണ്ണം വെച്ച് ഏറ്റവും മുകളിൽ നിന്ന് നല്ല ഇതിലായിട്ട് വരുന്നത്, അതായത് ഒരു കിങ്ങിനെ പോലെ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തത് ഇതിന് തൊട്ട് നെക്സ്റ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് താഴെ നിങ്ങൾക്ക് റോറർ സ്ട്രീം കാണാം. അപ്പോൾ റോറർ എന്ന് അതിന് പേര് വന്നത് ഇറ്റ്സ് ഏസ് റോറർ. അത് ഭയങ്കര ഒച്ചയായിട്ടാണ്. ഇത് ഈ 4 സ്ട്രീമിൽ ഏറ്റവും ഒച്ച കൂടുതലുള്ളത് ഈ സ്ട്രീമിനാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് നമുക്ക് കേൾക്കുമ്പോൾ എല്ലാത്തിനും ഒരേ സൗണ്ടാണ്. അതിന് മാത്രമുള്ളൊരു സൗണ്ട് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാനൊന്നും പറ്റില്ല. മൂന്നാമത്തെ സ്ട്രീം അതിനെ വിളിക്കുന്നത് റോക്കറ്റിനാണ്. അപ്പോൾ റോക്കറ്റിന് എന്തുകൊണ്ട് അതിന് പേര് വന്നു വെച്ചാൽ അതൊരു ജെറ്റ് റോക്കറ്റിനെ പോലെയാണ് അത് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നത്. നാലാമതുള്ളത് റാണി. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒരുപാട് കല്ലിനെ തട്ടിയിട്ട് ഭയങ്കര കാമായിട്ടാണ് ഈ സ്ട്രീം ഒഴുകി വരുന്നത്. അതുകൊണ്ടാണ് അതിനെ റാണി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ജോഗ് ഫാൾസ് ആക്ച്വലി ശരാവതി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോളോ വന്ന് വീഴുന്നത് ശരാവതി റിവറിലോട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഈ ജോഗ് ഫാൾസിന് ചുറ്റും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വ്യൂ പോയിന്റിന് ചുറ്റും ചെറിയ ഗാർഡൻസ് ഉണ്ട്. ഒരുപാട് മെയിൻ വ്യൂ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പല വ്യൂ നിന്നായിട്ട് ഈ ഫാൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ജോഗ് ഫാൾസിൻ്റെ അടുത്താണ്. അപ്പോൾ ജോഗ് ഫാൾസിൻ്റെ ബ്രിട്ടീഷ് ബംഗ്ലാവ് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇതിന് ആക്ച്വലി ഒരു സൈഡ് വ്യൂ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ബാക്ക് വ്യൂ ഓഫ് ജോഗ് ഫാൾസ് ആണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ജോഗ് ഫോൾസിൻ്റെ ഞാൻ പല പിക്സും കണ്ടിട്ടുണ്ട്, പല പിക്ചേഴ്സും കണ്ടിട്ടുണ്ട്. അപ്പോൾ ജോഗ് ഫോൾസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ 4 സ്ട്രീംസ് ആയിട്ടാണ് ഈ വാട്ടർഫോൾസ് ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ ആ വാട്ടർഫോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് പിക്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ഇപ്പോൾ താഴോട്ട് പോയിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാം. ഇവിടെ കുറച്ചൊക്കെ ലോക്ക്ഡാണ്, കുറച്ച് പ്ലേസസൊക്കെ ലോക്ക്ഡാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് താഴോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറച്ച് അടുത്തൊക്കെ പോയി ഇവിടുത്തെ വ്യൂ കാണാം. ഫാൾസ് കാണാൻ മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ 2 വ്യൂ പോയിൻറ്റ്സിൽ നിന്നാണ് കണ്ടത്. മെയിൻ വ്യൂ പോയിൻറ്റും ബ്രിട്ടീഷ് ബംഗ്ലാവ് വ്യൂ പോയിൻറ്റും. മെയിൻ വ്യൂ പോയിൻറ്റിൽ നിന്ന് ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുക. ബ്രിട്ടീഷ് ബംഗ്ലാവ് വ്യൂ പോയിൻറ്റിൽ നിന്നും നമുക്കൊരു സൈഡ് വ്യൂ കാണാൻ പറ്റും. മറ്റൊരു കാര്യം, മെയിൻ എൻട്രൻസിൽ എൻട്രി ഫീസും പാർക്കിംഗ് ഫീസും ഉണ്ട്. എന്നാൽ നിങ്ങൾ ബ്രിട്ടീഷ് ബംഗ്ലാവ് വ്യൂ പോയിൻറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ എൻട്രി ഫീസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ 2 വ്യൂ പോയിൻറ്റ്സിൽ നിന്നും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.